ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ് കേട്ടോ. ഡേറ്റ്സ് കൊണ്ട് ഒരു കേക്കാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ക്രിസ്മസൊക്കെ അടുത്ത് വരുന്നതല്ല, അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റായിട്ട് കുറച്ച് കേക്കുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡേറ്റ്സ് കൊണ്ട് ഒരു കേക്കാട്ടോ. ആദ്യം തന്നെ ഞാനൊരു 200 ഗ്രാം കേക്ക് എടുത്തിട്ട് അത് നല്ലോണം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലോണം മിക്സിയിലിട്ടൊന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അധികമൊന്നും നമ്മൾ അരച്ചെടുക്കണ്ട, തീരെ അങ്ങ് അരയണ്ട. എന്നാലും കുറച്ചൊന്ന് ഇത് കുറച്ച് തിക്കായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് അരഞ്ഞു കിട്ടണം. കുറച്ചും മതി, അധികം വലുതായിട്ടൊന്നും അരയണ്ട ആവശ്യമില്ല. ഞാനത് അരച്ചെടുത്തു, മിക്സിയിലിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. ഇത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കേക്കാട്ടോ, ഡേറ്റ്സ് കേക്ക്. കുറച്ച് തരിയോടുകൂടിയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര അത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ്സിനും മധുരമുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാരയും എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1/2 കപ്പ് ഇത് പൊടിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്തൊരു 4 ഗ്രാമ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രാമ്പു ആഡ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഒരു ഹാൻഡ് ഫുള്ള് കാഷ്യൂനട്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് നിങ്ങളത് എടുത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാതെ കുറച്ചൊന്ന് ക്രഷാക്കിയൊന്ന് എടുത്താൽ മതി കേട്ടോ. കുറച്ച് തരിതരിയോടുകൂടി തന്നെ ഒന്ന് അരച്ചെടുക്കണേ, അരയ്ക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി, അത്രയും മാത്രം മതി. പഞ്ചസാര നമുക്കൊന്ന് കരിച്ചെടുക്കണം. നല്ല ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളതിനെ അടുപ്പത്തിലേക്ക് ഇട്ടിട്ട് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അത് നല്ല ഗോൾഡൻ കളറായി, നല്ലോണം ആ പഞ്ചസാരയൊക്കെ നല്ലോണം ഉരുകി വന്നു. എല്ലാ പഞ്ചസാരയും ഉരുകി കേട്ടോ. ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം കുറച്ചായിട്ട് നമ്മളത് ആഡ് ചെയ്യണം കേട്ടോ. മുഴുവനായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ മേത്തോട് തെറിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഭയങ്കരമായിട്ട് അത് കട്ട പിടിക്കും. അത് നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോ കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കത് നല്ലോണം തന്നെ അങ്ങ് അലിഞ്ഞ് വന്നോളും. ഇതിലൊക്കെ ഞാൻ സിമ്മിലാട്ടോ ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. കാരമലൈസിൻ്റെ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ അരച്ച് വെച്ചിരുന്നില്ലേ ഡേറ്റ്സ്, അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ. ഈ കാരമലിലേക്ക് ഞാനത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ ആ അടുപ്പത്തിട്ട് നല്ലോണം തിളപ്പിച്ച വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കുവേ. അപ്പം ഞാനത് മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ടിരിക്കുന്നത്. നല്ലോണം അത് വറ്റി വരണം. ഒരു 5-10 നിമിഷമാകുന്ന സമയത്ത് നല്ലോണം അത് വെള്ളമൊക്കെ നല്ലോണം പറ്റി നല്ലോണം വെന്ത് വരും കേട്ടോ. ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നല്ലോണം തണുക്കാൻ വയ്ക്കണം. നല്ലോണം തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് കേക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇച്ചിരി കേക്കിൻ്റെ ട്രേ ഒന്ന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തും കൂടെ നല്ലോണം എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. 2 ചെറിയ പാത്രത്തിലാട്ടോ ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനത് നല്ലോണം ഒന്ന് വേഗം ആറി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അതുപോലെ കുറച്ച് മാറ്റി നമ്മളവിടെ വെച്ചാൽ നല്ലോണം വേഗം ആറി കിട്ടും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഒരു 3 മുട്ട അത് എടുത്തു കഴിഞ്ഞ് നല്ലോണം പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇടുക കേട്ടോ.
3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് അതിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് എന്നിട്ട് നല്ലോണം മിക്സിയിൽ ഇട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് നേരം ഞാനത് നല്ലോണം മുട്ടയും വാനില എസൻസും കൂടെ നല്ലോണം അടിച്ചെടുത്ത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരുന്നില്ല 1/2 കപ്പ് പഞ്ചസാര, അത് ഞാൻ ഈ മുട്ടയിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക്. പിന്നെ ഒരു മുട്ടയും പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കണേ. ഇപ്പോൾ പഞ്ചസാര ഇതെല്ലാം നല്ലോണം അലിഞ്ഞ് തന്നെ ചേർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഞാനതായിട്ട് ഒഴിക്കുകയാണ്. നല്ലോണം അതങ്ങ് അടിച്ചെടുക്കണം കേട്ടോ. മുട്ടയും എണ്ണയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലോണം പൊടി വരത്തക്ക വിധത്തിൽ നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് അപ്പോഴത്തേക്ക് ഇത് ആറി കേട്ടോ. നല്ലോണം ഞാൻ ഫാൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് നല്ലോണം ആറി. അതിന് ശേഷം ഞാൻ ആ ഡേറ്റ്സിൻ്റെ മിക്സിലേക്ക് ഈ മുട്ട നമ്മൾ അടിച്ചു വെച്ചിരുന്നില്ലേ, അത് ഞാൻ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം അത്. പിന്നെ ഞാനത് വേറൊരു പാത്രത്തിൽ 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഞാൻ ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് കുറച്ച് ഉപ്പ്. ഞാൻ സോഡ ഇട്ടില്ല കേട്ടോ ഇതിലേക്ക്. അത് ഞാൻ നല്ലോണം അരിച്ചെടുക്കുവാണ്. ബേക്കിംഗ് പൗഡറും മൈദ എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ പാൽ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂണ് അതിൻ്റെ കൂട്ടത്തിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മൈദയുടെ കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളൊരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണം. ഇപ്പം ഞാനതങ്ങനെ അരിക്കാതെ ഞാൻ ഈ വിസ്ക് വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. പാൽ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ നല്ല കൂടി വരത്തക്ക വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം വിസ്ക് വെച്ച്. ഇത് ഞാൻ കാഷ്യൂനട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്നില്ലേ, അത് പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാണ്, മൈദയിലേക്ക്. അതിനകത്ത് കുറച്ച് തരിതരിയൊക്കെ ഉണ്ട് കേട്ടോ. കാഷ്യൂനട്ട് തീരെ പൊടിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് തരിതരിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അത് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും നമുക്ക്.
നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സിൻ്റെ മിക്സിലേക്ക് മൈദ മിക്സ് ഞാൻ ആഡ് ചെയ്തിട്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. തീരെ ഇട്ടങ്ങ് ഞാൻ കുഴച്ചെടുക്കുന്നില്ല, ഒന്ന് ഫോൾഡ് ചെയ്ത് മാത്രം എടുക്കുകയാണ്. മൂന്നും പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഞാനത് മിക്സ് ചെയ്യുവാണ്, മൈദ മിക്സ്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും. മൈദ അവസാനിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാനിത് ഈ കേക്ക് ടിൻ്റെ ട്രേയിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചില്ലേ, ആ ട്രേയിലേക്ക് നമ്മൾ ആ മാവിൻ്റെ കൂട്ടൊഴിക്കുകയാണ്. 2 ചെറിയ പാത്രത്തിലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 നിമിഷം 180 ഡിഗ്രിയിൽ. അതിലേക്ക് തന്നെ ഞാൻ ഈ 2 കേക്കും വെച്ച് കഴിഞ്ഞ ശേഷം ഒരു 50 മിനിറ്റ്സിൽ ഞാനത് ബേക്ക് ചെയ്തെടുത്തു. ഞാനിപ്പോൾ അത് എടുത്ത് വെച്ചതേ ഉള്ളൂ, ഇനി അത് തണുക്കാൻ വെക്കണം. അത് കുറച്ച് നേരം അത് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന് നല്ലോണം തണുത്തു. അതിൽ ഒരു കേക്കാണ് ഇപ്പം ഞാനത് എടുത്തിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. നല്ലോണം ആറിക്കഴിഞ്ഞ ശേഷം ആ ഡേറ്റ്സിൻ്റെ കളർ കാരമലൈസ് ചെയ്തില്ലേ, അതുകൊണ്ടാണ് ആ കേക്കിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. നല്ലോണം ആറിയപ്പോഴും ഈ കളർ വന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല സ്പോഞ്ച് പോലത്തെ നല്ല ഒന്നാന്തരം കേക്കായിരുന്നു. ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ എല്ലാവരും. ലൈക്ക് ബട്ടൺ അതും നല്ലോണം അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ചെറിയ പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കുമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ആ ഡേറ്റ്സിൻ്റെ മധുരമൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.